അവളുടെ മനോഹരമായ ചിരിയും പ്രണയം തുളുമ്പുന്ന നോട്ടവും കള്ളം നിറഞ്ഞ വാക്കുകളും അവൻ്റെ ഓർമ്മകളിൽ തീയായി പടർന്നു. അവൻ വല്ലാതെ തളർന്നു പോയിരുന്നു. പെട്ടെന്ന് സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാനാവാതെ അവൻ കയ്യിലിരുന്ന ഗ്ലാസ് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഗ്ലാസ് തറയിൽ വീണ് ചിതറിത്തെറിച്ചു. വേണ്ടായിരുന്നടി ഹിരണി, നിനക്കത്. ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയതല്ലേ നിന്നെ. എത്രയോ പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. ഒന്നിനെപ്പോലും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തിനാടി എന്നോടിത് ചെയ്തത്? എവിടെ പോയി നീ? അവൻ്റെ വാക്കുകളിൽ പ്രണയവും അതിലേറെ പ്രതികാരത്തിൻ്റെ കനലുകളും എരിയുന്നുണ്ടായിരുന്നു. മകൻ്റെ ഈ തകർച്ചയും ഭ്രാന്തും കണ്ട് ജാനകി അമ്മയുടെ കൺകോണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴെ കടർന്നു വീണു. ഹൃദയം നൊന്തവർ പതുക്കെ പടവുകൾ ഇറങ്ങി താഴേക്ക് വന്നു. താഴെ ഹാളിലെത്തിയ ജാനകി അമ്മയെ കണ്ടത് സോഫയിൽ തല കുനിച്ചിരിക്കുന്ന മീരയാണ്. പക്ഷെ അവളെ കണ്ടതും ജാനകിയമ്മ ഒരു നിമിഷം തെരഞ്ഞു നിന്നുപോയി. അവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും ദേഷ്യം കൊണ്ടും വിടർന്നു. ഒരു വേലക്കാരിയെ പോലെ പഴകിയ അഴുക്ക് പുരണ്ട ഒരു കോട്ടൺ സാരി ഉടുത്താണ് മീര അവിടെ നിൽക്കുന്നത്. കല്യാണപ്പെണ്ണിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാത്തൊരു രൂപം. മോളെ, നിന്റെ വേഷം ആരാ നിന്നോട് ഈ സാരി ഉടുക്കാൻ പറഞ്ഞത്? ജാനകിയമ്മ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. മീര ഭയത്തോടെ വിരലുകൾ പിണച്ചു പിടിച്ചു. തല താഴ്ത്തിക്കൊണ്ട് അവൾ പതുക്കെ പറഞ്ഞു, അത് ഇവിടുത്തെ വലിയ ചേച്ചി. അവരാണ് എനിക്കിത് തന്നത്. ഇത് ഉടുക്കാനും പറഞ്ഞു. ജാനകിയമ്മയുടെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടി ഒഴുകുകയാണ്. പ്രഭയുടെ കുടിലബുദ്ധി ഇത്രത്തോളം തര താഴ്ന്നുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിറക്കുന്ന കൈകളോടെ അവർ മീരയുടെ അരികിലേക്ക് നടന്നു. പഴകിയ ആ കോട്ടൺ സാരിയിൽ തല കുനിച്ചു നിൽക്കുന്ന മീരയെ കണ്ടപ്പോൾ അവരുടെ ഹൃദയമൊന്ന് നൊന്തു. ഈ വീടിൻ്റെ ഐശ്വര്യമാകേണ്ടവൾ ഇന്നൊരു വേലക്കാരിയെ പോലെ. മീരെ, ജാനകിയമ്മയുടെ വിളിയിൽ വാത്സല്യവും അതിലേറെ സ്നേഹവും കലർന്നിരുന്നു. മീര പതുക്കെ തല ഉയർത്തി. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട്. കൈത്തണ്ടയിലെ കിനിഞ്ഞൊഴുകുന്ന രക്തത്തുള്ളികളും ചുവന്ന പാടുകളും കണ്ടപ്പോൾ ജാനകിയമ്മയുടെ നെഞ്ഞ് പൊട്ടിപ്പോയി. പ്രഭ ഏൽപ്പിച്ച മുറിവുകളും കൂടാതെ രുദ്രൻ ഏൽപ്പിച്ച മുറിവുകളും, ഇതെല്ലാം അവൾ എങ്ങനെ സഹിക്കുന്നു? ഇങ്ങോട്ട് ഇരിക്കുമോളെ. അവർ അവളെ സോഫയിൽ പിടിച്ചിരുത്തി അടുത്തിരുത്തി. ടേബിളിൽ നിന്നും മരുന്നും പഞ്ഞിയുമെടുത്ത് അവർ പതുക്കെ അവളുടെ മുറിയിൽ പതുക്കെ പുരട്ടി. അമ്മേ, അത് സാരമില്ല, മീര വിതുമ്പിക്കൊണ്ടും വേദന നിറഞ്ഞുകൊണ്ടും പറഞ്ഞു. സാരമുണ്ട് മോളെ. ഹിരണി ചെയ്തതിന് തെറ്റിന് നീ എന്തിനാ ഇതെല്ലാം അനുഭവിക്കുന്നത്? എൻ്റെ രുദ്രൻ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഭ്രാന്ത് അവളോടുള്ള കലിപ്പാണ്. അത് നിന്റെ മേലിൽ തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിലെ മരുമകളായിട്ട് നീ കയറി വന്നത്, അല്ലാതെ പ്രഭയുടെ വേലക്കാരിയോ അവൻ്റെ വേലക്കാരിയായിട്ടോ അല്ല. അപ്പോഴാണ് ആർത്തു ചിരിച്ചുകൊണ്ട് പ്രഭ പടികൾ ഇറങ്ങി വന്നത്. മീരയെ ആ വേഷത്തിൽ കണ്ടതും പ്രഭയുടെ മുഖത്ത് ഒരു വക്രച്ചിരി വിരിഞ്ഞു. ഓ, അമ്മയും മരുമക്കളും കൂടി ഇവിടെ സ്നേഹം പങ്കുവെക്കുകയാണോ? ജാനകിയമ്മേ, ഇവൾക്ക് ഈ വേഷമാണ് ഏറ്റവും ചേരുന്നത്. അല്ലാതെ രുദ്രൻ്റെ ഭാര്യയാകാൻ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആ ഹിരണി കൊണ്ടുപോയ 50 ലക്ഷത്തിൻ്റെ പലിശയെങ്കിലും ഇവളിവിടെ പണിയെടുത്ത് തീർക്കട്ടെ, പ്രഭ പരിഹാസത്തോടെ പറഞ്ഞു. ജാനകിയമ്മ പെട്ടെന്ന് എഴുന്നേറ്റ്. അവരുടെ കണ്ണുകളിൽ ആ സമയം അഗ്നിജ്വാല പടർന്നിരുന്നു. നിർത്തടി പ്രഭ. ജാനകിയമ്മയുടെ ഗർജനം കേട്ട് പ്രഭ ഒരു നിമിഷം പകച്ചുപോയി. രുദ്രൻ്റെ ജീവിതം തകർത്തത് ഹിരണിയാണെങ്കിൽ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് നീയല്ലേ? പണത്തിൻ്റെ കണക്ക് നീ എന്നോട് പറയണ്ട. ഈ നിൽക്കുന്നത് എൻ്റെ മകൻ താലി കെട്ടിയ ഭാര്യയാണ്, എൻ്റെ മരുമകൾ. ഇനിയൊരിക്കൽ കൂടി ഇവളെക്കുറിച്ച് നീ തൂപ്പുകാരിയാക്കാൻ ചെയ്യിക്കുന്ന പണി ചെയ്യിപ്പിച്ചാൽ ഓർത്തോ, ഈ ജാനകി ആരാണെന്നറിയും നീ. പ്രഭയുടെ മുഖത്തെ ചിരി മാഞ്ഞു. ദേഷ്യം കൊണ്ട് അവളുടെ ശരീരം വിറച്ചു. നീ ഇവളെ ഇങ്ങനെ കൊഞ്ചിച്ച് നടന്നു ജാനകി. രുദ്രൻ ഇവളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവൻ്റെ മനസ്സിൽ ആ ഹിരണി മാത്രമാണ്. വെറുമൊരു കല്ല് പോലെ ഇവൾ ഈ വീട്ടിൽ കിടന്നു നരകിക്കുന്നത് കണ്ട് എനിക്കൊന്ന് ആസ്വദിക്കണം. അതും പറഞ്ഞ് പ്രഭ പുച്ഛത്തോടെ പറഞ്ഞു അകത്തേക്ക് നടന്നു. ജാനകിയമ്മ മീരയുടെ തോളെ കൈവച്ചു. കരയരുത് മോളെ. രുദ്രൻ്റെ മനസ്സൊരു കരിങ്കല്ലല്ല. ഹിരണി അവനെ ചതിച്ചു. പക്ഷെ നീ അവനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കണം. ഈ അമ്മ നിന്റെ കൂടെയുണ്ട്. മീര ഒന്നും മിണ്ടിയില്ല. മുകളിലെ മുറിയിൽ നിന്നും വീണ്ടും ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടു. തൻ്റെ ജീവിതം ഒരു വലിയ അഗ്നിപരീക്ഷയിലേക്ക് നീങ്ങുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പ്രതികാരത്തിൻ്റെ കനലുകളും എരിയുന്ന ആ മുറിയിലേക്ക് പേടിയോടെ അവൾ നോക്കി നിന്നു.
പതിയെ വിറക്കുന്ന കാലുകളുടെ മീരാമുറിയുടെ പടിവാതിക്കലെത്തി. മുറിയിലാകെ മദ്യത്തിന്റെ രൂക്ഷഗന്ധം പടർന്നിരുന്നു. ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങൾക്കിടയിൽ ഒരു തകർന്ന പ്രതിമയെപ്പോലെ രുദ്രൻ നിൽപ്പുണ്ട്. അവന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തിരിക്കുന്നു. അതിൽ പ്രണയത്തേക്കാൾ കൂടുതൽ പകയുടെ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും രുദ്രന്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. എന്താടി നോക്കി നിൽക്കുന്നത്? അവന്റെ ആ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. നിന്റെ ചേച്ചി എറിഞ്ഞൊടിച്ച എൻ്റെ ജീവിതം പോലെയാണിതൊക്കെ. കണ്ടില്ലേ നീ? ആ ഹിരണി പോയപ്പോൾ പകരം നിന്നെ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. എങ്കിൽ പിന്നെ ആ പണി കൂടി നീ അത് ചെയ്തേക്ക്. ചെന്ന് പൊറുക്കടി ആ ഗ്ലാസ് കഷ്ണങ്ങളെല്ലാം. മീര ഒന്നും മിണ്ടിയില്ല. അവളുടെ തൊണ്ടയിടറി വിറക്കുന്ന കൈകളുടെ അവൾ തറയിലിരുന്ന് ഓരോ ചില്ല കഷ്ണങ്ങളും പെറുക്കാൻ തുടങ്ങി. മൂർച്ചയുള്ള ഗ്ലാസ് അവളുടെ വിരലുകളിൽ തട്ടി മുറിഞ്ഞു. ചോരത്തുള്ളികൾ തറയിൽ പടർന്നു. പക്ഷെ ആ വേദനയേക്കാൾ വലുതായിരുന്നു അവളുടെ ഉള്ളിലെ വിങ്ങൽ. കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി തറയിലെ ഗ്ലാസ് കഷ്ണങ്ങൾ വീണു ചിതറി. അവൾക്കറിയാമായിരുന്നു താൻ പെറുക്കുന്നത് വെറും ഗ്ലാസ് കഷ്ണങ്ങളല്ല, മറിച്ച് തകർന്നു പോയ തൻ്റെ സ്വപ്നങ്ങളാണ്. കരയുന്നോ? അഭിനയിക്കരുത് മീരെ നീ. രുദ്രൻ അവളുടെ അരികിലേക്ക് ആഞ്ഞു നടന്നു. നിന്റെ കുടുംബം മൊത്തം എന്നെ ചതിക്കുകയായിരുന്നു. 50 ലക്ഷം വാങ്ങി അവൾ മറ്റൊരാളുടെ കൂടെ പോയപ്പോൾ നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ചാൽ എല്ലാം ശരിയാക്കുമെന്ന് കരുതിയോ? നിന്റെ കുടുംബവും നീയും. നിന്നെ കാണുമ്പോൾ എനിക്ക് ചതിയത്തിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഇനിയൊരിക്കലും എൻ്റെ മുന്നിൽ വന്നു നിൽക്കരുത്, നീയും അവളും. അവൻ ആക്രോശിച്ചുകൊണ്ട് മുറിയിൽ പുറത്തേന്ന് പോയി. മീര തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ചുറ്റും ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളെക്കാൾ മൂർച്ചയുള്ളതായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും. അതേസമയം മീരയുടെ വീട്ടിൽ ശ്മശാനമായ മൗനമാണ്. ജനാലക്ക് ദൂരേക്ക് നോക്കി ജനാലമറ്റ അവളുടെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മാസങ്ങളായി തളർന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലെങ്കിലും ആ അച്ഛൻ്റെ മനസ്സ് നിലവിളിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ, നിന്നെ ഞാൻ ഒരു നരകത്തിലേക്കാണല്ലോ തള്ളിവിട്ടത്. പാവം മീര, അവൾ എന്ത് പിഴച്ചു? ആ പാപി ചെയ്ത എൻ്റെ മോൾ എന്തിനാ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നത്? മുറിയുടെ ഒരു മൂലയിൽ ഇരുട്ടത്തിരുന്ന് മീരയുടെ അമ്മ വിതുമ്പുകയാണ്. കയ്യിലിരുന്ന മീരയുടെ പഴയൊരു ഫോട്ടോ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൺമണി, നിനക്ക് ഈ ഗതി വന്നല്ലോ. അവർ തേങ്ങി. പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ഹിരണിയോടുള്ള ദേഷ്യം അണപൊട്ടി ഒഴുകി. ആ ഹിരണ, അവളെ ഞാനും പെറ്റതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നു. നശിച്ചു പോകട്ടെ അവൾ. സ്വന്തം അനിയത്തിയുടെ ജീവിതം കരയിച്ചവളാണല്ലോ അവൾ. ആ 50 ലക്ഷം വാങ്ങിക്കൊണ്ടവൾ ഒളിച്ചോടിയപ്പോൾ ഓർത്തോ എൻ്റെ മീരയുടെ ഗതി? എൻ്റെ കുഞ്ഞിനെ ആ വീട്ടിലവർ കൊല്ലാതെ കൊല്ലുകയാവും. ദൈവമേ, എൻ്റെ മോളെ നീ കാക്കണേ. അമ്മയുടെ ഓരോ വാക്കിലും ഹിരണിയോടുള്ള വെറുപ്പും മീരയോടുള്ള തീരാത്ത വേദനയും നിറഞ്ഞു നിന്നു. ഒരു മകൾ തകർത്ത വീട് മറ്റൊരു മകളുടെ കണ്ണുനീരിൽ മുങ്ങിക്കിടക്കുന്നു.